ഹലോ ഗായ്സ്, ഞാനാണ് ബാബുണ്. അപ്പോൾ എന്താ പരിപാടി വെച്ചല്ലേ, അപ്പോൾ പരിപാടി ഒന്നുമില്ലാതെ വന്നപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുക്കരുത് ഇങ്ങനെ അറിയാം. അപ്പോൾ വന്നത് ദുബായ് മറീന ബീച്ച്, ദുബായിക്കല്ലേ ഏരിയ. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ വന്ന് നോക്കിയാണ് എന്താ മട്ടെന്നൊക്കെ അറിയാലോ എന്നിട്ട്. അപ്പോൾ ഏതായാലും ഒന്ന് കണ്ടോക്കി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലേ നാട്ടിലേക്ക് തോന്നില്ല, ഇവിടെ തന്നെ എന്തെങ്കിലും പരിപാടി കൂടാൻ തോന്നും. അതാണ് അവസ്ഥ. കാണിച്ചു തരാം. ഈ ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പോരാൻ തോന്നില്ല. അക്കോല ഏരിയസ് അതൊന്ന് കണ്ടോക്കി. ഇത് മുന്നിലിങ്ങനെ ദുബായിൻ്റെ വീലിങ്ങനെ കാണാം. ഇവിടെ സൈഡിലാണെങ്കിൽ കുറേ ഇതാണ്, എന്താ പറയുക, റെസ്റ്റോറൻറ്റ്, ബീച്ച്, അല്ല പരിപാടികൾ, അങ്ങനത്തെ സെറ്റപ്പുകളാണ്. അതിങ്ങനെ വ്യൂട്ടിങ്ങനെ നടന്നു നമ്മൾ. ഫുള്ള് ലക്ഷറി പോഷ് ഏരിയാസ്. എന്താ എനിക്ക് ഓർഡർ ഇതൊക്കെ കണ്ടേ, ഇതൊക്കെ ഇങ്ങനെ ദൂരം നിന്ന് ഇങ്ങനെ കാണാൻ ഓപ്ഷനുള്ളൂ. എന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനില്ല. ഇല്ല, അവിടെ ദുബായി കറങ്ങുന്നു, ആൾക്കാരിതിൽ നടക്കുന്നു. എന്താ പറയാ, ഒന്നും പറയാല്ല, അതാണ് അവസ്ഥ. ഫുള്ള് നല്ല നല്ല കിഡ്ലോസ്കി ഏരിയാസ്. അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. സെറ്റാണ് കാര്യങ്ങൾ. എന്ന് പറഞ്ഞ സാധനങ്ങൾ കുറച്ച് ചെയ്യാം, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കടകളാണ്. ഇതിലിങ്ങോട്ടൊരു എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ബീച്ച് ഏരിയ. ദുബായ് ഇങ്ങനെ കടന്ന് കറങ്ങണ്ടാവും. ഇതിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളും എന്ത് കാര്യങ്ങളും മനസ്സിലായി. ഇതാണ് മൊത്തത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ. പയ്യന് മേലെ കിടന്നിറങ്ങുന്നുണ്ട്. ഏത് ബീച്ച് പോയാലും ഈ ഐറ്റംസ് ഇത് നിർബന്ധമുള്ള കുട്ടികളെ കളിപ്പിക്കല്ലേ. നല്ല കളർഫുൾ സാധനങ്ങൾ. ഒരു സൈഡിലിങ്ങനെ വീല് കറങ്ങണ കാണാം. ടൂറിസ്റ്റ് എക്സ്ചേഞ്ച്. ഇതൊക്കെ നല്ല നല്ല ഹോട്ടലുകളാണ്. ഇതൊക്കെ കാണാൻ ഓപ്ഷൻസ് ഉള്ളൂ. അവിടെ കയറിയാലേ അതൊക്കെ പോക്കറ്റ് കാണാൻ എല്ലാ ആൾക്കാർക്ക് പറഞ്ഞു. ഏതായാലും ഉള്ളു എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ ഇരുന്നിങ്ങനെ പോകട്ടെ ഇരിക്കുന്നുണ്ട് ഉള്ളില്. ഉള്ളിങ്ങനത്തെ ഏരിയസാ. ഓ ശരി, ആൾക്കാരങ്ങനെ തീരിന് വരക്കത്തെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ പോലീസുകാർ പിടിച്ച് കൊണ്ടുപോകുന്ന അറിയില്ല. ഏതായാലും എടുക്കുക, ഒരാഗ്രഹങ്ങളല്ലേ ഇതൊക്കെ. ഏതായാലും നമ്മൾ ചെയ്യുക. ദൂരെ കാണാം JBRന്റെ ബീച്ച്, അല്ല മറീനയിലെ ബിൽഡിങ്ങുകൾ. ഫുള്ള് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്. ഇതല്ല കേട്ടോ ഉള്ളിൽ സ്റ്റാർ റെസ്റ്റോറൻറ്റ്. അവിടെയൊക്കെ കയറണമെങ്കിലേ പോക്കറ്റ് നല്ല കനം വേണം. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ബീച്ചിൽ പോയി ചെറിയ ചെറിയ കടകളാണില്ല, അതേമാതിരി പോലെ ചെറിയ പെട്ടിപ്പീട് ഇട്ടാൽ മതിയേ. ഇത് ശോഭ റിയാലിറ്റിൻ്റെ പരിപാടി എല്ലാതുണ്ട്.
പിന്നെ വേറൊരു കോമൺ ഉണ്ട്, ഗൾഫ് നാളെ ഉണ്ട് അല്ല, ഇവിടെ അറബികളെ കാണാൻ കിട്ടില്ല. അറബികൾ ഈസ് സോ റയർ. ബിങ്കാട്ടി ഇതിനൊക്കെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണം, ടൈം ഉണ്ടല്ലോ. Welcome to Bugatti Properties. How are you? അവിടെ ഒരു ഹിൽട്ടൺ കാണുന്നുണ്ട് 5 സ്റ്റാർ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു ബീച്ചും ഇല്ലല്ലോ. എല്ലാ സാധനങ്ങളുണ്ട്. ആ വണ്ടികളുണ്ട്, വണ്ടിയിലൊക്കെ പാറി അടിച്ച് കിടക്കാം. എന്താ പോപ്കോൺ സാധനങ്ങൾ ഒരു നിന്നുമുണ്ട്. പോകാണ് ബീച്ചായിട്ട് നല്ല അടിപൊളി. കുറേ ബീച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ലക്ഷറി കണ്ടൊരു ബീച്ച് ജീവിതത്തിൽ അതില്ല. നമ്മളെ നാട്ടിലത്തെ കുറ്റം പറയുന്നില്ല, നമ്മളെ നാട്ടിലത്തെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാലേ ഫുള്ള് എല്ലായിടത്തും പോയാലും റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടി ഉണ്ട്. ഇവിടെ നിന്ന് ചായ കിട്ടിയില്ലെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഒക്കെ ഈ സൈഡിൽ മൊത്തം റെസ്റ്റോറൻ്റ് ആവും. ഫുള്ള് ഇംഗ്ലീഷുകാർ വന്ന് പൊടിക്കുക. അറബികളല്ല, അറബികൾക്ക് ഇപ്പോൾ ഇതൊന്നും ലക്ഷ്യമില്ലെന്ന് പറയുന്നത്. ദുബായിലുള്ള അറബികൾ ഒന്നും ഇവിടെ കാണാനേ കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇറങ്ങി നടുവിലാണ്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ സാധനം ഇങ്ങനെ കാണാം. ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ്. ഇതെങ്ങനെ കഴിയില്ല. അതായത് തൽക്കാലം ഇപ്പം ഇവിടെ വെച്ച് നിർത്താം, ബാക്കി പിന്നീട്